അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. മന്ത്രി വീണ ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു. മാനവീയം വീഥിയിൽ നിന്ന് പാളയം അയ്യങ്കാളി ഹാൾ വരെയായിരുന്നു കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. അഖിൽ ഷാൻസാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. വനിതാ ദിനത്തിൽ ദിവസം തുടങ്ങുന്നതിൻ്റെ അതായത് ആദ്യ സമയങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ തലസ്ഥാന നഗരത്തിൽ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരം ലീഗൽ സർവീസ് അതോറിറ്റി സംഘടിപ്പിക്കുന്ന ഈ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാക്കത്തോണാണ്. ഷീ വാക്കത്തോൺ എന്നാണ് ഇവരിതിന് പേരിട്ടിരിക്കുന്നത്. അതായത് ഈ തിരുവനന്തപുരം ജില്ലാ കോടതിക്ക് കീഴിലുള്ള കോടതികളിലെ ന്യായാധിപരുണ്ട്, അതുപോലെ തന്നെ അഭിഭാഷകരുണ്ട്, അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഇതിൻ്റെ ഭാഗമായുണ്ട്. നമുക്ക് അവരിൽ ഒരാളോട് തന്നെ ചോദിക്കാം, അതായത് വനിതാ ദിനത്തിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ ഇന്ന് ഒരു വനിതാ വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ഞങ്ങളുമുണ്ട് മാർച്ച് 8 എന്നാണ്. അതിന് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട മുഴുവൻ അഡ്വക്കേറ്റ്സ്, പോലീസ് ഓഫീസേഴ്സ്, എക്സൈസ് തുടങ്ങി വിവിധ ട്രാൻസ്ജെൻഡേഴ്സ് ഇതുമായി നമ്മുടെ വനിതാ ദിനമെന്ന് പറയുന്നത് ഇപ്പോഴത്തേത് സ്ത്രീകളെയും നമ്മളോടൊപ്പം ഉൾപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ്. അതായത് ആസ്പയർ ഇൻക്ലൂഷൻ എന്നാണ്. ഇൻവെസ്റ്റ് ഇൻ വിമൻ, കൗണ്ട് ഹെർ ഇൻ. ഏത് കാര്യത്തിലും വനിതകളെ നമ്മളോടൊപ്പം നിർത്തുക, അവരോട് നമ്മുടെ വീടുകളെ സംബന്ധിച്ചിടത്തോളം വീടുകളുടെ തീരുമാനങ്ങൾ അവരോട് ഉൾപ്പെടുത്തിയെടുക്കുക, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും അവർക്ക് തുല്യത ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പോൾ ചോദിക്കും തുല്യത ഇല്ലയെന്ന്. തുല്യത യഥാർത്ഥത്തിലുണ്ട്. നേരത്തെ നമ്മുടെ ഭരണഘടന തന്നെ എല്ലാ കാര്യവും റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, അതുപോലെ തന്നെ എല്ലാവരും തുല്യരാണ് എന്ന് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. പക്ഷേ ആ തത്വം എന്ന് പറയുന്നത് നിലവിലുള്ളപ്പോഴും പലർക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധം ലഭിച്ചിട്ടില്ല. അപ്പോൾ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയ്യുന്നത് അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കുക. എനിക്ക് ഇത്തരം നിയമങ്ങൾ അറിയാം, ഈ അവകാശങ്ങൾ എനിക്കുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് നമുക്കുള്ളത് എന്നറിഞ്ഞാൽ മാത്രമേ അതിനെ ആസ്വദിക്കാനും അതിനെ വിനിയോഗിക്കാനും കഴിയുള്ളൂ. അതാണ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലാണ്, അതായത് മാനവീയം വീഥി മുതൽ ഈ പാളയം അയ്യങ്കാളി ഹാൾ വരെയാണ് ഈ ഒരു ഷീ വാക്കത്തോൺ നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഇത് മാത്രമല്ല ഈ പരിപാടികൾ നടക്കുന്നത്. ഈ ഒരു റാലിക്ക് ശേഷം, ഈ ഒരു കൂട്ടനടത്തത്തിന് ശേഷം ഇവർ തന്നെ സംഘടിപ്പിക്കുന്ന ചില സെമിനാറുകളും ഈ അയ്യങ്കാളി ഹാളിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ വലിയ അഭിഭാഷകരുൾപ്പെടെ ഈ ന്യായാധിപർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി, ഈ കൂട്ടനടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ പരിപാടികൾ ഇന്ന് തന്നെ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലുമാണ് ഇവർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.